ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ പ്രിയ മക്കളാ നിങ്ങൾക്ക് ഒരു ചെറിയ കൂട്ടമായി തിരുസന്നിയിലേക്ക് അടുത്തു വന്ന് കർത്താവെ അങ്ങയെ സ്തുതിപ്പാൻ ഞങ്ങളുടെ ജീവിതത്തിൽ അനുവദിച്ച മഹാഭാഗ്യത്തിനായി നന്ദികളുടെ സ്തോത്രം കർത്താവേ, സ്തോത്രം കർത്താവേ, സ്തോത്രം. ഞങ്ങൾക്ക് ഇത്രയും ആളുകൾക്ക് ഒത്തൊരുമിച്ച് കൂടി ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് ദൈവത്തിനെ സ്തുതിപ്പാൻ പ്രിയ പിതാവെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കിയ മഹാഭാഗ്യത്തിനായി വീണ്ടും അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, ഇന്ന് ഞങ്ങൾ തിരുസന്നിലേക്ക് ഒരു പ്രത്യേക വിഷയമായി കടന്നു വരുന്നുവല്ലോ. തിരുവചനം പഠിക്കുവാൻ, കർത്താവെ ധ്യാനിക്കുവാൻ ഇന്ന് നിന്റെ കൃപ ഞങ്ങൾ യാചിക്കുന്നു. പ്രിയ കർത്താവെ, നിന്റെ വചനം, മാറ്റമില്ലാത്ത വചനം എന്ത് ഞങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നുവോ അത് കേൾക്കുവാൻ, അതിൻ പ്രകാരം ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയ കർത്താവെ, തിരുവചനം ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ കർത്താവെ അത് ഏത് ആത്മാവിൽ എഴുതിയോ അതേ ആത്മാവിൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ, കർത്താവെ അതിലൂടെ അങ്ങയെ കാണുവാൻ, അങ്ങയുടെ ശക്തിയെ തിരിച്ചറിയുവാൻ, അങ്ങയുടെ ശക്തിയെ അറിയുവാൻ, ബലപ്പെടുവാൻ ഞങ്ങളെ ഓരോരുത്തരും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കടന്നു വന്ന മക്കളെ പേരുപരായി കുടുംബങ്ങളായി തിരുസ്നേഹിപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അടിയനെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു. നിങ്ങളുടെ മാറ്റമില്ലാത്ത വചനം ധ്യാനിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൃപയിൽ ഞങ്ങൾ പൂർണ്ണമായി ശരണപ്പെടുന്നു. ഞങ്ങളോട് സംസാരിച്ചാട്ട് സകലവും ഞങ്ങൾക്കായി ജീവനെ തന്ന യേശു അപ്പച്ചന്റെ ധന്യമുള്ള നാമം തന്നെ ആമേൻ. ടിഞ്ചു പറഞ്ഞതുപോലെ ഇന്നത്തെ നമ്മുടെ ഈ യോഗത്തിൽ ഒരു ധ്യാന പ്രസംഗം അല്ല അദ്ദേഹം എന്നോട് പറഞ്ഞത്. നമ്മുടെ ദൈവമക്കൾ എല്ലാവരും തിരുവചനം കുറെ കൊണ്ട് ഗൗരവമായി പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യം അദ്ദേഹം എന്നോട് ഷെയർ ചെയ്യുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് തിരുവചനം പഠിക്കുവാനുള്ള ഒരു അവസരം ക്രമീകരിച്ചാൽ നന്നായിരുന്നു എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യം അറിയിച്ചപ്പോൾ അങ്ങനെ ഒരു കാര്യമാകട്ടെ എന്നുള്ള ചിന്തയിലാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മധ്യേ ആയിരിക്കുന്നത്. നാം ഇതുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ ഒരു കാര്യം നാം വ്യക്തമായി മനസ്സിലാക്കണം. മറ്റൊരു ധ്യാനയോഗത്തിൽ കേട്ടിരിക്കുന്നത് പോലെ നാം ഇരിക്കരുത്. തിരുവചനം ധ്യാനിക്കുമ്പോൾ അതിൻ്റെതായ ഗൗരവം നമ്മെ ഭരിക്കേണ്ടത് ആവശ്യം. തിരുവചനം മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായും ദൈവം തമ്പുരാൻ അനുവദിക്കണം. ദൈവത്തിന്റെ അനുവാദമില്ലാതെ ദൈവത്തെ മനസ്സിലാക്കുവാൻ നമുക്ക് സാധ്യമല്ല. ദൈവം വെളിപ്പെടുത്താതെ നമുക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ ഒരിക്കലും സാധ്യമല്ല. കാരണം നമ്മളൊക്കെ മനുഷ്യരായ നാമൊക്കെ ഒരുപാട് പരിമിതികളുള്ളവരാണ്. എന്നാൽ പരിമിതിയില്ലാത്ത വലിയവനായ ദൈവത്തെ മനസ്സിലാക്കുവാൻ നമ്മുടെ ബുദ്ധിക്കോ ശക്തിക്കോ ഒന്നും സാധ്യമല്ല. പിന്നെ എങ്ങനെയാ മനസ്സിലാകുന്ന ദൈവത്തെ? ദൈവം തന്നെ വിചാരിക്കണം, ദൈവം തന്നെ വെളിപ്പെടുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് വേദ പഠനത്തിനായി നാം ഒരുങ്ങുമ്പോൾ ചില പ്രത്യേക കാര്യങ്ങൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകണം. 3 തരത്തിലുള്ള ഒരുക്കം ഇതിനാവശ്യം. നമ്മൾ മറ്റുള്ള ഒരു ധ്യാന പ്രസംഗം പോലെയല്ല, തിരുവചനം നാം പഠിക്കുവാൻ ആരംഭിക്കുമ്പോൾ 3 തരത്തിലുള്ള ഒരുക്കം നമുക്കുണ്ടാകണം. ഒന്നാമത്തെ ഒരുക്കം എന്ന് പറയുന്നത് നമ്മൾ 2 കൂട്ടരും ചെയ്യേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ വചനത്തിന്റെ മർമ്മങ്ങളെ നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ നാം കർത്താവിനോട് നാം ഒന്നിച്ച് പ്രാർത്ഥിക്കണം. ഞാനും പ്രാർത്ഥിക്കണം, നിങ്ങളും പ്രാർത്ഥിക്കണം. കർത്താവേ, വചനത്തിന്റെ മർമ്മങ്ങളെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് നമ്മൾ 2 കൂട്ടരും പ്രാർത്ഥിക്കണം. പിന്നെ അടുത്തതായി ചെയ്യേണ്ടത് ഞാനാ. ഈ വചനം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്ന ഞാന് പുതുതായി ഒന്നും കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങളൊന്നും അല്ല, പുതുതായി ഒന്നും കണ്ടുപിടിക്കത്തുമില്ല. പക്ഷേ ഉള്ള സത്യം ക്രമമായി അടുക്കോട് അവതരിപ്പിക്കുവാനുള്ള കൃപ ദൈവമേ നീ തരണമെന്ന് ഞാൻ ദിവസം താഴ്ത്തി പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ അതിനുവേണ്ടി ഒരുങ്ങുകയും ചെയ്യണം.
അപ്പോൾ ഒന്ന്, നമ്മൾ രണ്ടു കൂട്ടരും പ്രാർത്ഥിക്കണം, ദൈവമേ നിന്റെ വചനം പഠിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണം, നീ നിന്നെ തന്നെ ഞങ്ങളുടെ മുൻപിൽ വെളിപ്പെടുത്തണമേ എന്ന് നമുക്ക് രണ്ടു കൂട്ടർക്കും ഒരുപോലെ പ്രാർത്ഥിക്കണം. ഞാൻ ഷെയർ ചെയ്യുന്ന ഞാൻ ചെയ്യേണ്ടത് ഈ സത്യം, തിരുവചനത്തിന്റെ സത്യം ക്രമമായി അടുക്കോട് ചിട്ടയോട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും വേണം, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുകയും വേണം. മൂന്നാമത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് പ്രാർത്ഥനയോടെ ശ്രദ്ധാപൂർവം യഹോവയെ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്നുള്ള പ്രാർത്ഥനയോട് ദൈവസന്നിധിയിൽ താണിരുന്നാൽ തീർച്ചയായും ദൈവം തമ്പുരാൻ നമ്മെ ധാരാളമായി അനുഗ്രഹിക്കും. തിരുവചനം പഠിക്കുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്. ഈ ഭാഗ്യം എപ്പോഴും ലഭിക്കത്തില്ല. അപ്പം ദൈവം തമ്പുരാൻ അനുവദിച്ചുകൊണ്ടാണ് ഇന്ന് നമുക്ക് ഇത്രയും പേർക്ക് ഇവിടെ കൂടി വരുവാൻ സാധിച്ചത്. അപ്പോൾ ഒന്നാമത് ദൈവം നമുക്കിടെ മനസ്സിലൊരു ആഗ്രഹം തരണം ദൈവവചനം പഠിക്കുവാൻ. ആ ആഗ്രഹമാണ് ഒന്നാമത് നടക്കേണ്ടത്. അതിപ്പോ നടന്നു. ടിഞ്ചുവിലൂടെ ആ ആഗ്രഹം പ്രകടിപ്പിച്ചു. ഇപ്പൊ ദൈവം തമ്പുരാൻ തന്നെ വെളിപ്പെടുത്തുവാൻ ഇഷ്ടം എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. രണ്ടാമത് നമുക്ക് സമയവും സാഹചര്യവും ഉണ്ടാകണം. അതും ദൈവം തരുന്ന. ഒന്നാമത് മനസ്സ് തരണം, രണ്ടാമത് സമയവും സാഹചര്യവും ലഭിക്കണം. മൂന്നാമത് പഠിക്കുന്ന കാര്യങ്ങൾ അർത്ഥവ്യത്യാസം ഇല്ലാതെ മനസ്സിലാക്കുവാനുള്ള കഴിവ് ദൈവം നമുക്ക് തരണം. അർത്ഥവ്യത്യാസം ഇല്ലാതെ പഠിക്കുവാനുള്ള കഴിവ്. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ ദൈവം തമ്പുരാന്റെ കൃപയില്ലാതെ നമുക്ക് തിരുവചനം പഠിക്കുവാനായിട്ട് സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോട് ദൈവസന്നിധി നമുക്ക് നമ്മെ തന്നെ താഴ്ത്താം. അങ്ങനെ താഴ്ത്തി തിരുവചനം നാം പഠിക്കുമ്പോൾ തീർച്ചയായും നമുക്കും നമ്മുടെ കുടുംബത്തിനും അത് വലിയ അതിശയമുണ്ടാക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നാം കാര്യങ്ങളെ പഠിക്കുമ്പോൾ സാധാരണയായിട്ട് നമുക്കറിയാമല്ലോ, മനുഷ്യന് ശരീരം, മനസ്സ്, ആത്മാവ്, ദേഹം, ദേഹി, ആത്മാവ്. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നാം വേദപുസ്തകം വായിക്കുകയും പഠനമൊക്കെ ചെയ്യുന്നു. അത് നമ്മുടെ രണ്ടാമത്തെ സ്റ്റേജായ മനസ്സിൽ വന്ന് അത് മനസ്സിൽ ഉറയ്ക്കുമ്പോഴാണ് നാം ഒരു കാര്യം മനസ്സിലായി എന്ന് പറയുന്നത്. മനസ്സിലായി എന്ന് പറയണമെങ്കിൽ നാം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ ലഭിച്ച ഡേറ്റാസ് എല്ലാം നമ്മുടെ മനസ്സിൽ ഉറയ്ക്കണം, അങ്ങനെ മനസ്സിലാകണം. അതിന്മേൽ ദൈവകൃപ അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിലുള്ള പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മുടെ മേൽ ഉണ്ടാകുമ്പോഴാണ് വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ആ ഒരു ക്രമം നാം മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവിന്റെ വലിയ ആശീർവാദത്തോട് കാര്യങ്ങളെ ഗ്രഹിപ്പാൻ ദൈവം തമ്പുരാൻ ധാരാളമായി നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ആമുഖമായി പറഞ്ഞുകൊള്ളട്ടെ. ഇപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ഒരു ചുരുക്കം എന്ന് പറയുന്നത്, വേദപുസ്തകം എന്ന് പറയുന്നത് മനുഷ്യന്റെ രക്ഷയാണ് അതിന്റെ പ്രതിപാദ്യ വിഷയം. അപ്പൊ ആദ്യം മുതൽ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള ഭാഗത്ത് പറയുന്നത് ദൈവം തമ്പുരാനോട് കൂടെ ജീവിച്ച നടന്ന ആദം, ഹൗവ, അവരെ പിശാച് വഴിതെറ്റിച്ച് പർദീസയുടെ വെളിയിലാക്കി കളഞ്ഞു. പിശാചിന്റെ പ്രേരണയാൽ പർദീസയുടെ അവകാശികളായിരുന്ന മനുഷ്യരെ പർദീസയ്ക്ക് വെളിയിലാക്കി. എന്നാൽ നാം വെളിപ്പാട് പുസ്തകം വരുമ്പോൾ കാണുന്നത് ഈ ശത്രുവിന്റെ തല തകർത്ത ദൈവം, ഈ ശത്രുവിനെ തല തകർത്ത് ജയാളിയായി വന്ന കർത്താവ്, അങ്ങനെയുള്ള ചരിത്രം പറയുന്ന ഒരു പുസ്തകമായത്. അപ്പൊ അതുകൊണ്ട് നാം ഇതിൽ വളരെ പ്രത്യേകമായി ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ദൈവത്തെ പറ്റി പറയുന്നു, അതോടൊപ്പം തന്നെ സാത്താനെ ജയിച്ച വിധങ്ങളും പറയുന്നു. അപ്പോൾ അത് ആർക്ക് പിടിക്കത്തില്ല? സാത്താൻ അത് പിടിക്കത്തില്ല. അത് നമ്മൾ പ്രത്യേകം ഓർത്തോണം. ദൈവം ഉള്ളതുപോലെ തന്നെ സത്യമാണ് പൈശാചിക ശക്തികളും. നാം തിരുവചനം പഠിക്കുമ്പോൾ നമുക്കറിയാം. അപ്പം അതിനെ ബാധിക്കുന്ന ഒരു കാര്യം പറയുമ്പോൾ നമ്മളെ കൊണ്ട് പഠിപ്പിക്കാൻ സമ്മതിക്കത്തില്ല. പല തടസ്സങ്ങളും ഉണ്ടാവും. ഇന്നിത് ആരംഭിച്ചു വെച്ചെങ്കിലും അത് മുന്നോട്ട് പോകണമെങ്കിൽ വളരെയധികം പ്രാർത്ഥന ഉണ്ടാകണം. അല്ലെങ്കിൽ ഏത് വിധേനയും തടസ്സപ്പെടുത്തും. കാരണം ഇത് അറിയരുത്. ഈ ശത്രുവിന്റെ തലയെ തകർത്തവനെ പഠിക്കുവാൻ അനുവദിക്കത്തില്ല. നാം അത് വളരെ ഗൗരവമായി തന്നെ മനസ്സിലാക്കി വേണം ഇങ്ങനെയുള്ള ക്ലാസ്സുകളിൽ പങ്കെടുക്കുവാൻ. അപ്പം ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവത്തോട് നടന്ന മനുഷ്യനെ ഈ സാത്താൻ പാമ്പിന്റെ രൂപത്തിൽ വന്ന് പർദീസയുടെ അനുഭവത്തിന്റെ വെളിയിലാക്കി. ആ വെളിയിലാക്കിയ ആ ശത്രുവിനെ നാം വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന തല തകർത്ത് കളഞ്ഞു.
അപ്പം പിന്നെ നാം പഴയ നിയമകാലത്തും അല്ലെ പുതിയ നിയമകാലത്തും ഒക്കെ നാം ഇയ്യോബിനെ പരീക്ഷിച്ച വിധങ്ങൾ നമുക്കറിയാം. അതുപോലെ ഈവൻ പുതിയ നിയമകാലത്ത് കർത്താവിനെ പോലും പരീക്ഷിച്ചു, ഇല്ലയോ? മരുഭൂമിയിൽ 40 ദിവസം പല പരീക്ഷണങ്ങളാലും ഈ പിശാച് എടുത്തു വന്നു. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം, നാം ഇത് പഠിക്കാതിരിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും ഉണ്ടാകും. ഒന്നുകിൽ ടിഞ്ചു അടുത്ത ദിവസം പറയും നമുക്കിത് പഠിക്കണ്ട, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും പറയും ഇതിൽ നമുക്ക് താല്പര്യമില്ല എന്ന് പറയും. അത് സ്വാഭാവികമായ ഒരു കാര്യം മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം ഇതാണ്: തിരുവചനം, വേദപുസ്തകം പഠിക്കുമ്പോൾ വളരെ ഗൗരവമായി, വളരെ താല്പര്യത്തോട്, വളരെ പ്രാർത്ഥനയോട് നാം ഇതിൽ പങ്കെടുക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഇപ്പൊ ഞാൻ എൻ്റെ കോളേജ് പഠനകാലത്ത് ഞാൻ തുടങ്ങി വെച്ച ഒരു കാര്യമായിരുന്നു, അന്നൊക്കെ ഈ പഴയ ഡയറിയൊക്കെ എഴുതാതിരിക്കുമ്പോൾ ആ ഡയറിയിൽ ഇങ്ങനെ ഓരോ ദിവസം ഞാനൊരു ഭാഗം വായിക്കും, വേദപുസ്തകത്തിലൊരു ഭാഗം വായിക്കും. അതിങ്ങനെ എന്താണ് ആ പുസ്തകത്തിൽ ആ ഭാഗത്ത് വായിച്ച ഭാഗത്ത് ഉണ്ടായിരുന്നതെന്ന് കുറിച്ചു വെക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിവിടെ ഗൾഫിൽ വന്നപ്പോൾ ഞാൻ ആ ഡയറിയും കൊണ്ടാണ് വന്നത്. നമുക്കറിയാമല്ലോ, ഇന്ന് ഒരു കാര്യം റെഫർ ചെയ്യണമെങ്കിൽ ഈസിയാണ്, ഈ പല മീഡിയയിലൂടെ നമുക്ക് റെഫർ ചെയ്യാം. പക്ഷേ പണ്ടൊന്നും അത് പറ്റത്തില്ലായിരുന്നു. അപ്പൊ അന്നൊക്കെ എന്നെ സഹായിച്ചതായിരുന്നു ഈ ഡയറി. ഇപ്പൊ ഞാൻ തന്നെ എഴുതിയതായതുകൊണ്ട് എനിക്ക് വേഗത്തിൽ കണ്ടുപിടിക്കുന്നതിനൊരു പാടുമില്ല. അപ്പോൾ എനിക്ക് എന്തെങ്കിലും സംശയം വന്നാൽ ഞാൻ ആ ഡയറിയെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഒരു ശീലം എനിക്ക് പണ്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിന്റെ എല്ലാം ചുരുക്കം എന്ന് പറയുന്നത്, ഈ ബൈബിൾ പഠനം എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല, ഒരു ചെറിയ കാര്യമല്ല. എന്നാൽ അതിന് എക്സ്പേർട്ട് വേണോ? ഈ വേദപുസ്തകം എഴുതിയത് പണ്ഡിതന്മാരും ബാബന്മാരും എല്ലാം കൂടെ ചേർന്നാണ് ഈ വേദപുസ്തകം എഴുതിയിരിക്കുന്നത്. അത് നാം തുടർന്ന് പറയുമ്പോൾ മനസ്സിലാകും. അപ്പോൾ ഇതിൽ വേണ്ടത് ഇത് മാത്രമേ ഉള്ളൂ: ദൈവാശ്രയം. ദൈവം തമ്പുരാൻ വിചാരിക്കണം നമുക്കിത് പഠിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് തിരുവചന പഠനം സാധ്യമാകുകയുള്ളൂ എന്ന് ആമുഖമായി പറയട്ടെ. പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ബൈബിൾ പഠനത്തിന്റെ ഇൻട്രൊഡക്ഷനാണ്. തുടർന്നുള്ള ദിവസങ്ങളിൽ ലഭിക്കുകയാണെങ്കിൽ നമുക്ക് പുസ്തകത്തിലേക്ക് പ്രവേശിക്കാം, ഓരോ പുസ്തകങ്ങളും. ഇപ്പൊ ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇൻട്രൊഡക്ഷനാണ്, ഈ ബൈബിൾ സ്റ്റഡി എങ്ങനെ നടത്താം. അപ്പൊ അതിന് പ്രധാനമായും നാം മനസ്സിലാക്കേണ്ടത്, പല രീതിയിൽ നമുക്ക് ബൈബിൾ പഠനം സാധ്യമാകും. ബൈബിൾ പഠനം പല രീതിയിൽ നമുക്ക് ചെയ്യാം. അതിലെ ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് പുസ്തകക്രമം. പുസ്തകക്രമം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ വിശുദ്ധ വേദപുസ്തകത്തിൽ 66 പുസ്തകങ്ങളാണ് ഉള്ളത്. ഈ 66 പുസ്തകങ്ങൾ ഓരോന്നോരോന്ന് തിരഞ്ഞെടുത്ത് അതിൻ്റെ ഓരോ അധ്യായങ്ങൾ വീതം അങ്ങനെ വായിച്ച് പഠിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രീതിക്കാണ് പുസ്തകക്രമം എന്ന് പറയുന്നത്. ഇപ്പോൾ സമ്പൂർണ്ണ വേദപഠനം സാധ്യമാക്കുവാൻ ഈ ഒരു രീതിയാണ് അഭികാമ്യം. ഒരു വേദപുസ്തകം ഫുള്ളായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ട ഒരു നല്ല മെത്തേഡ് എന്ന് പറയുന്നത് പുസ്തകക്രമത്തിൽ ബൈബിൾ പഠിക്കുക എന്നുള്ളതാണ്. ഒരു പുസ്തകം എടുക്കണം, അതിലെ 1-ാം അധ്യായം മുതലുള്ള കാര്യങ്ങൾ നാം വായിച്ച് പഠിച്ച് അത് പഠിക്കുവാനായിട്ട് ശ്രമിക്കുക. അതിനാണ് പുസ്തകക്രമം എന്ന് പറയുന്നത്. ഇപ്പം വേദപുസ്തകത്തിലാകെ 66 പുസ്തകങ്ങളാണ്. ആ 66 പുസ്തകങ്ങളിൽ ആകെ 1189 അധ്യായങ്ങളാണ് ഉള്ളത്. ഈ 66 പുസ്തകങ്ങളിൽ ആകെ 1189 അധ്യായങ്ങളുണ്ട്. അതിൽ 929 പഴയ നിയമവും 260 പുതിയ നിയമ അധ്യായങ്ങളുമാണ് ഉള്ളത്. ഒരിക്കൽ കൂടെ പറയാം, നമ്മുടെ സത്യവേദ പുസ്തകത്തിൽ 66 പുസ്തകങ്ങളാണ് ആകെ ഉള്ളത്. അതിൽ ആകെ 1189 അധ്യായങ്ങളുണ്ട്. 1189 അധ്യായങ്ങളുണ്ട്. ഇതിൽ 929 അധ്യായങ്ങൾ പഴയ നിയമവും 260 അധ്യായങ്ങൾ പുതിയ നിയമഭാഗത്തുമാണ് ഉള്ളത്. എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ ഒരു ദിവസം ഒരു അധ്യായം എന്നുള്ള ക്രമത്തിൽ നാം പഠിച്ചാൽ, ഒരു ദിവസം ഒരു അധ്യായം എന്നുള്ള നിലയിൽ നാം പഠിച്ചാൽ 3 വർഷം കൊണ്ട് നമുക്ക് ബൈബിൾ പഠനം പൂർത്തിയാക്കാം. അപ്പോൾ ഒരു ദിവസം
ഒരു അധ്യായം ക്രമത്തിൽ നാം പഠനം ആരംഭിച്ചാൽ 3 വർഷത്തോളം കൊണ്ട് നമുക്ക് ഈ വേദപുസ്തകം മുഴുവനായി പഠിക്കുവാനായിട്ട് സാധിക്കും. അപ്പം ബൈബിൾ ക്രമമായി മുഴുവനായി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു രീതി അവലംബിക്കാം. മറ്റ് രീതികൾ എന്ന് പറയുന്നത് വിഷയത്തെ ആസ്പദമാക്കിയും ബൈബിൾ പഠിക്കാം. ഒന്നാമതുള്ളത് പുസ്തക ക്രമം അനുസരിച്ച് ബൈബിൾ പഠിക്കാം. രണ്ടാമത് വിഷയം ആസ്പദമാക്കി ഒരു പ്രത്യേക വിഷയം എടുത്തിട്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട അനുബന്ധ ഭാഗങ്ങൾ പഠിച്ച് പോകുന്നതാണ് ഈ വിഷയം സംബന്ധിച്ചുള്ള പഠനം എന്ന് പറഞ്ഞാൽ ടോപ്പിക് അനുസരിച്ച്. ഒന്നാമത് പുസ്തകക്രമം, രണ്ടാമത് വിഷയം അനുസരിച്ച് പഠിക്കുക. ഒരു വിഷയം എടുക്കുക, ആ വിഷയം അനുബന്ധ ചാപ്റ്ററുകൾ വായിച്ച് അങ്ങനെ പഠിക്കുന്ന ഒരു രീതിയാണ് വിഷയം സംബന്ധിച്ചുള്ള പഠനം. ഇപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ 3 വർഷം കൊണ്ട് വേദപുസ്തകം ഫുള്ളായിട്ട് ഓരോ അധ്യായം ഒരു ദിവസം വീതം പഠിച്ചാൽ 3 വർഷം കൊണ്ട് പഠനം തീരും. അപ്പൊ അത് തന്നെ അങ്ങനെ ഈ ചാപ്റ്റർ വൈസ് അല്ലാതെ അവിടെയും വേണമെങ്കിൽ നമുക്ക് ഈ വിഷയം സംബന്ധിച്ച് പഠിക്കാം. ഇപ്പൊ ഇന്ന് ഒരു ഭാഗം നാം വായിച്ചു തുടങ്ങുകയാണ്, ആ ഒരു ഭാഗം അല്ലെങ്കിൽ ആ വായിച്ച ഭാഗം എവിടെ തീരുന്നു അതുവരെ വായിച്ചു നിർത്തുന്ന ഒരു രീതിയും നമുക്ക് ചെയ്യാം. ഒരു അധ്യായം തന്നെ അങ്ങനെ വേണമെന്നൊന്നുമില്ല. ഒരു ഭാഗം വായിച്ചു, ആ ഭാഗത്ത് പറയുന്ന ഭാഗം, ആ ഒരു അർത്ഥം, ആ ഒരു സംഭവം എവിടെ തീരുന്നുവോ അവിടെ വരെ വായിച്ച് അങ്ങനെയും നമുക്ക് ബൈബിൾ പഠനം സാധ്യമാകും. അപ്പോൾ ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് പുസ്തകക്രമത്തിൽ നമ്മൾ ക്രമമായി പഠനം നടത്തുക. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് വിഷയത്തെ ആസ്പദമാക്കി, ടോപ്പിക്കിനെ ആസ്പദമാക്കി ബൈബിൾ പഠനം നടത്തുക. ഒരു ടോപ്പിക് എടുക്കുക, അതുമായി ബന്ധപ്പെട്ട മറ്റ് ചാപ്റ്ററുകൾ റെഫർ ചെയ്ത് പഠിക്കുന്ന ഒരു രീതിയാണ് ടോപ്പിക്ക് അധികരിച്ചുള്ള പഠനം. മൂന്നാമത് വാക്യത്തെ അധികരിച്ച് ഒരു വാക്യം എടുത്തിട്ട് ആ വാക്യത്തോട് അനുബന്ധിച്ചുള്ള പഠനം, വേഴ്സസ്. അപ്പോൾ അങ്ങനെ വാക്യത്തെ ആസ്പദമാക്കി പഠിക്കുന്നതാണ് മറ്റൊരു രീതി. നാലാമത്തെ ഒരു രീതി എന്ന് പറയുന്ന വാക്കിനെ ആസ്പദമാക്കി. ഇപ്പൊ ബൈബിളിലെ ഒരു വാക്കെടുക്കുക, വേർഡ് എടുത്തിട്ട് അതുമായി ബന്ധപ്പെട്ട പഠനം നടത്തുക. അതുമായി ബന്ധപ്പെട്ട റെഫറൻസുകൾ എടുത്ത് ആ വേർഡിനെ അധികരിച്ചുള്ള പഠനം നടത്തുന്നതാണ് മറ്റൊരു രീതി. അഞ്ചാമത്തെ രീതി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ആസ്പദമാക്കി, പേഴ്സണാലിറ്റി, ഒരു പേഴ്സണെ അധികരിച്ച് ഒരു വ്യക്തിയെ എക്സാമ്പിൾ എടുത്തിട്ട് ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ച് ആ വ്യക്തി എവിടെല്ലാം വേദപുസ്തകത്തിൽ ഏതെല്ലാം ഭാഗത്ത് ആ വ്യക്തിയെ പറ്റി പറയുന്നുവോ അങ്ങനെ പഠനം നടത്തുന്ന ഒരു രീതിയാണ് വ്യക്തിയെ ആസ്പദമാക്കിയുള്ള പഠനം. ആറാമത്തെ രീതി എന്ന് പറയുന്നത് സംഭവങ്ങളെ ആസ്പദമാക്കി, ഒരു ഇൻസിഡന്റിനെ ആസ്പദമാക്കി പഠിക്കുവാനായിട്ട് ഒരു ഇൻസിഡന്റ് പഠനത്തിനായിട്ട് എടുക്കുക. അങ്ങനെ ആ ഇൻസിഡന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകുക. അതാണ് വേറൊരു രീതി. ഇനി ഏഴാമത്തെ രീതി എന്ന് പറയുന്ന താരതമ്യം പെടുത്തി പഠിക്കുക. അപ്പൊ നമുക്ക് ഇപ്പോഴറിയാവുന്ന ഒരു കാര്യവും വേദപുസ്തകത്തിലെ പറയുന്ന വേറൊരു കാര്യമായി താരതമ്യപ്പെടുത്തുക, കമ്പാരിസൺ നടത്തി പഠിക്കുന്ന ഒരു രീതിയും വേദപുസ്തക പഠനത്തിലുണ്ട്. ഇപ്പൊ ഞാൻ 7 രീതികളാണ് പറഞ്ഞത്. ഒന്ന്, വീണ്ടും പറയുന്നത് നിങ്ങൾ ഒന്ന് മനസ്സിൽ ഗ്രഹിക്കാൻ വേണ്ടി, ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് പുസ്തകക്രമം. അപ്പം 1-ാം പുസ്തകം ഉൽപ്പത്തി, 2-ാം പുസ്തകം പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, അങ്ങനെ പഠിക്കുന്ന ഒരു രീതി. അത് അങ്ങനെ ക്രമമായി പഠിച്ചാൽ ഒരു അധ്യായം ഒരു ദിവസം ഒരു അധ്യായം വീതം പഠിച്ചാൽ 3 കൊല്ലം കൊണ്ട് നമുക്ക് വേദപുസ്തകം ഫുള്ളായിട്ട് പഠിച്ചു തീരാൻ പറ്റും. രണ്ടാമത്തെ രീതി പറഞ്ഞത് വിഷയത്തെ, ടോപ്പിക്കിനെ അധികരിച്ചുള്ള പഠനം. മൂന്നാമത്തെ കാര്യം പറഞ്ഞത് വേഴ്സിനെ അധികരിച്ചുള്ള പഠനം. നാലാമത് പറഞ്ഞ വേർഡിനെ അധികരിച്ചുള്ള പഠനം. അഞ്ചാമത് പറഞ്ഞത് പേഴ്സണെ, ഒരു വ്യക്തിയെ ആസ്പദമാക്കി പഠിക്കുന്നത്. ആറാമത് പറഞ്ഞത് സംഭവങ്ങളെ, ഇൻസിഡൻസിനെ ആസ്പദമാക്കി പഠിക്കുന്നത്. ഏഴാമത് പറഞ്ഞത് താരതമ്യം, കമ്പാരിസൺ വൈസ് പഠിക്കുന്ന ഒരു രീതി. ഇങ്ങനെയുള്ള പല രീതിയിൽ നമുക്ക് ബൈബിൾ പഠിക്കുവാനായിട്ട് സാധിക്കും. ഇനി നാം മനസ്സിലാക്കേണ്ടത്, ഇത് ഏത് രീതിയിൽ നാം പഠനം നടത്തിയാലും ചില പ്രത്യേക കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വേണം. ഇപ്പൊ ഈ പറഞ്ഞ ഏഴ് രീതിയോ അതിൽ കൂടുതലുള്ള രീതിയിലോ പഠനം നടത്തിയാലും ഈ പഠന സമയത്ത് മനസ്സിൽ ചില കാര്യങ്ങൾ നാം കണക്ക് കൂട്ടിയിരിക്കണം. അത് ഏതൊക്കെയെന്ന് നോക്കാം. ഒന്ന്, വായിക്കുന്ന ഭാഗം
വ്യക്തതയോടെ മനസ്സിലാകുന്നത് വരെ ആവർത്തിച്ച് വായിക്കണം. ഇപ്പൊ നമ്മള് ഇന്നൊരു അധ്യായം വായിക്കാൻ നാം തുടങ്ങിയാൽ അത് ചിലപ്പോൾ എല്ലാ ഭാഗവും ഒറ്റ വായനയ്ക്ക് മനസ്സിലായെന്ന് വരത്തില്ല. അപ്പം വായിച്ച ഭാഗം നമ്മുടെ മനസ്സിലാകുന്നത് വരെ, മനസ്സിലത് കൊള്ളുന്നത് വരെ റിപ്പീറ്റ് ചെയ്ത് വായിക്കണം. രണ്ടാമത് നാം ചെയ്യേണ്ടത്, നാം വായിക്കുന്ന ഭാഗത്തിന്റെ പശ്ചാത്തലം മനസ്സിലാക്കി വേണം അത് മനസ്സിലാക്കാൻ. പശ്ചാത്തലം മനസ്സിലാക്കണം. പഴയ നിയമ പശ്ചാത്തലത്തിലുള്ളൊരു കാര്യം ഇപ്പോൾ നാം ആയിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വായിച്ചാൽ വലിയ കുഴപ്പമായി പോകും. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. പശ്ചാത്തലം മനസ്സിലാക്കി വേണം നാം അത് ഗ്രഹിക്കുക. ഒരു എക്സാമ്പിളിന്, പഴയ നിയമകാലത്ത് നടന്ന ഒരു സംഭവം ഇന്നത്തെ കാലത്ത് നടന്നതുപോലെ നാം ചിന്തിച്ചാൽ വലിയ കുഴപ്പമായി പോകും. അപ്പൊ അതുകൊണ്ട് ഏത് പശ്ചാത്തലത്തിലാണോ ആ സംഭവം നടന്നത്, അതേ പശ്ചാത്തലം മനസ്സിലാക്കി നാം ആ ഭാഗം മനസ്സിലാക്കാനുമായിട്ട് ശ്രമിക്കണം. അപ്പൊ അതിനുവേണ്ടി നമുക്ക് പല അനുബന്ധമായ റെഫറൻസുകൾ ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഒരു ഭാഗം വായിക്കുമ്പോൾ അത് ഏത് കാലഘട്ടത്തിൽ, ഏത് രാജാവിന്റെ ഭരണകാലത്ത്, ഏത് വർഷത്തിൽ എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അതിന് റെഫറൻസുകൾ കിട്ടും. അപ്പൊ അങ്ങനെ റെഫറൻസുകൾ എടുത്ത് അതിനോട് ചേർത്ത് ആ ഒരു സംഭവം മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കണം. മൂന്നാമതായിട്ട്, നാം ഒരു ഭാഗം വായിക്കുമ്പോൾ അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും വാക്യം നമുക്ക് തോന്നിയാൽ അത് രേഖപ്പെടുത്തണം. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വാക്യം നമുക്ക് ഹേമിച്ചാൽ അത് രേഖപ്പെടുത്തുന്നത് നല്ലതാണ്. നാലാമതായിട്ട്, വായിച്ച ഭാഗത്ത് നിന്ന് ലഭിച്ച ആശയം പുതിയ കാലഘട്ടത്തിൽ എത്രമാത്രം പ്രസക്തമെന്ന് ചിന്തിക്കണം. നാം വായിച്ച ഭാഗത്ത് നിന്ന് ലഭിച്ച ആശയം നാം ജീവിക്കുന്ന കാലഘട്ടത്തോട് ബന്ധിച്ച് എത്രമാത്രം പ്രസക്തമെന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അഞ്ചാമതായിട്ട്, വായിച്ച ഭാഗത്തിൽ നിന്നും ദൈവം നമുക്ക് നൽകുന്ന ആലോചനകളും ശാസനകളും മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കണം. അപ്പൊ നാം വായിക്കുന്ന ഭാഗത്ത് നിന്ന് ദൈവം തമ്പുരാൻ നമുക്ക് പറഞ്ഞു തരുന്ന ആലോചനകൾ കാണും, ശാസനകൾ കാണും. ചില കാര്യം ചെയ്യരുത്, ചില കാര്യങ്ങൾ ചെയ്യരുത് എന്ന് റിപ്പീറ്റ് ചെയ്ത് ചില കാര്യങ്ങളൊക്കെ പറയും. അപ്പൊ അങ്ങനെയുള്ളത് നാം നോട്ട് ചെയ്യണം. ഒരിക്കൽ കൂടെ പറയാം. വായിച്ച ഭാഗത്തു നിന്നും ദൈവം നമുക്ക് നൽകുന്ന ആലോചനകളും ശാസനകളും നാം മനസ്സിലാക്കുവാൻ ശ്രദ്ധിക്കണം. അടുത്തതായി നാം ശ്രദ്ധിക്കേണ്ട കാര്യം, വായിച്ച ഭാഗത്തിന്റെ ഒരു രത്ന ചുരുക്കം എഴുതി വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മൾ വായിച്ച ഭാഗത്തിന്റെ ഒരു ചുരുക്കം, ഞാൻ എന്താണ് ഇന്ന് വായിച്ചത് എന്നുള്ളതൊന്ന് എഴുതി വെച്ചാൽ അത് വളരെ പ്രയോജനപ്പെടും. ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നാം ഒരു ബൈബിൾ സ്റ്റഡി നടത്തുക. ഇപ്പൊ ഞാൻ ഇത്രയും ഭാഗം പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മുടെ വേദപഠനം തുടങ്ങും. ഇനിയും പറയുവാൻ പോകുന്നത്, നാം വിശ്വസിക്കുന്ന സത്യവേദ പുസ്തകത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ? പ്രത്യേകതകൾ. ടാ ബിബ്ലിയ എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ബൈബിൾ എന്ന വാക്ക് ഉണ്ടായിരിക്കുന്നത്. ബിബ്ലിയ എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ബൈബിൾ എന്ന വാക്കുണ്ടായിരിക്കുന്നത്. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ചെറു പുസ്തകങ്ങളുടെ സമാഹാരം എന്നും അല്ലെങ്കിൽ ദ ബുക്ക് എന്നുമാണ് ഇതിന്റെ അർത്ഥം. ചെറു പുസ്തകങ്ങളുടെ സമാഹാരമെന്നോ ദ ബുക്ക് എന്ന അർത്ഥവുമാണ് ഈ ടാ ബിബ്ലിയ എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, താരതമ്യപ്പെടുത്തുവാൻ മറ്റൊന്നില്ലാത്ത ഒരു പുസ്തകമാണ് വേദപുസ്തകം. ഈ വേദപുസ്തകത്തിനോട് താരതമ്യപ്പെടുത്തുവാനുള്ള വേറൊരു പുസ്തകം ഈ ലോകത്തിലില്ല. അത്രമാത്രം വിലപ്പെട്ടതും വ്യത്യസ്തവുമാണ് നാം വായിക്കുന്ന സത്യവേദ പുസ്തകം. അതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, വായിക്കുന്ന ഓരോരുത്തർക്കും വ്യത്യസ്തമായ സന്ദേശം നൽകുന്ന വേറൊരു പുസ്തകമില്ല. ഇപ്പൊ വേറൊരു നോവൽ വായിച്ചാൽ അതിന് ഒരു സന്ദേശമേ ഉള്ളൂ, അത് ആര് വായിച്ചാലും. എന്നാൽ ബൈബിൾ അങ്ങനെയല്ല. വായിക്കുന്ന ഓരോരുത്തർക്കും വ്യത്യസ്തമായ സന്ദേശം കൈമാറുന്ന ഒരു പുസ്തകമാണ് സത്യവേദ പുസ്തകം. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ
പരിഭാഷപ്പെടുത്തിയിട്ടുള്ള പുസ്തകവും വേദപുസ്തകമാണ്. ഇപ്പൊ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ പരിഭാഷ നടന്നിട്ടുള്ള പുസ്തകമാണ് സത്യവേദ പുസ്തകം. ഇനി നാം മനസ്സിലാക്കേണ്ടത് ഇത് എഴുത്തുകാരെ പറ്റിയ 40ഓളം എഴുത്തുകാർ ഏകദേശം 1500 വർഷങ്ങൾ കൊണ്ടാണ് വേദപുസ്തകം എഴുതിയിരിക്കുന്നത്. 40ഓളം എഴുത്തുകാർ എത്ര കാലം കൊണ്ട്? 1500 വർഷങ്ങളോളം എടുത്താണ് വേദപുസ്തകം എഴുതിയിരിക്കുന്നത്. ഇതിൽ എഴുത്തുകാരായിട്ടുള്ളത് രാജാക്കന്മാരുണ്ട്, ഭടന്മാരുണ്ട്, തത്വജ്ഞാനികളുണ്ട്, കർഷകരുണ്ട്, കവികളുണ്ട്, വൈദ്യന്മാരുണ്ട്, മുക്കുവന്മാരുണ്ട്. എന്ന് പറഞ്ഞാൽ വിവിധ തുറയിൽ പ്രവർത്തിച്ച ആളുകളാണ് ഇതിലെ എഴുത്തുകാർ. രാജാക്കന്മാരുണ്ട്, ഹൈ പോസ്റ്റിൽ ഇരിക്കുന്നവരുണ്ട്, മുക്കുവന്മാരെ പോലെ ലോ പ്രൊഫൈലുള്ള ആളുകളും ഈ എഴുത്തുകാരുടെ കൂട്ടത്തിൽ ഉണ്ട്. മറ്റൊരു പ്രത്യേക ഇത് എവിടെ വെച്ചൊക്കെ എഴുതിയത്? എവിടെങ്കിലും ഒരു മുറിയിൽ ഇരുന്നല്ല ഇത് എഴുതിയത്. മരുഭൂമിയിൽ വെച്ച് എഴുതിയതുണ്ട്, അതുപോലെ കൊട്ടാരത്തിൽ വെച്ച് എഴുതിയതുണ്ട്, ജയിലിൽ വെച്ച് എഴുതിയതുണ്ട്, യാത്രയിൽ എഴുതിയതുണ്ട്, അടിമത്തത്തിൽ ഇരിക്കുമ്പോൾ എഴുതിയതുണ്ട്. അങ്ങനെ വിവിധങ്ങളായ സാഹചര്യങ്ങളിലാണ് ഈ 40 പേര് ഈ 1500 വർഷം കൊണ്ട് ഈ പുസ്തകം എഴുതിയത്. അപ്പം വിവിധങ്ങളായ സാഹചര്യങ്ങളിൽ വിവിധങ്ങളായ ആളുകൾ, വിവിധ തലത്തിലുള്ളവർ 1500 വർഷങ്ങൾ കൊണ്ട് എഴുതിയ പുസ്തകമാണ് സത്യവേദ പുസ്തകം. ഇത് പ്രധാനമായി എഴുതിയിട്ടുള്ളത് ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് ഈ 3 ഭൂഖണ്ഡങ്ങളിൽ നിന്നാണ് ഈ വേദപുസ്തകം രചിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ള കാര്യവും നാം ഓർക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ വൈവിധ്യങ്ങളായ സാഹചര്യങ്ങളിൽ രചിക്കപ്പെട്ടുവെങ്കിലും ഒരു വൈരുദ്ധ്യവുമില്ലാതെ കൂട്ടിച്ചേർക്കപ്പെട്ട പുസ്തകമാണ് സത്യവേദ പുസ്തകം. ഇവിടെ പറയാം, വൈവിധ്യങ്ങളായ സാഹചര്യങ്ങളിൽ രചിക്കപ്പെട്ട പുസ്തകം, എന്നാൽ വൈരുദ്ധ്യങ്ങളൊന്നും ഇല്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ 40 പേർ 1500 വർഷം കൊണ്ട് എഴുതുക, അതും എഴുതിയത് പല സ്ഥലത്തിരുന്ന. ഇത്രയൊക്കെ വൈവിധ്യങ്ങളായ സ്ഥാനങ്ങളിൽ ഇരുന്ന് ഈ പുസ്തകം രചിച്ചിട്ടും വൈരുദ്ധ്യങ്ങളൊന്നും, കോൺട്രഡിക്ടറി ആയിട്ടൊന്നുമില്ലാത്ത ഒരു പുസ്തകമാണ് സത്യവേദ പുസ്തകം. പിന്നൊന്ന് മനസ്സിലാക്കേണ്ട, മനുഷ്യന്റെ രക്ഷയാണ് ഇതിലെ പ്രധാന പ്രമേയം. അപ്പൊ മനുഷ്യരക്ഷയാണ് ബൈബിളിലെ പ്രമേയം എന്നുള്ള കാര്യം നാം ഓർക്കുകയാണ്. അപ്പം വൈവിധ്യങ്ങളായ തലങ്ങളിരുന്നു കൊണ്ട് എഴുതിയിട്ടും വൈരുദ്ധ്യങ്ങളില്ലാതെ ഒരു മാലയിലെ മുത്തുകൾ പോലെ ഒന്നിനൊന്നായി കോർത്തിട്ടിരിക്കുന്ന ഈ ബൈബിൾ എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. അത് നമുക്ക് 2 തിമോത്തിയോസ് 3:16 കാണാം. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്. അപ്പൊ ഇതിന്റെ എല്ലാം കർത്തൃത്വം എന്ന് പറയുന്നത് ദൈവത്തിന്റെ, പരിശുദ്ധാത്മാവിന്റെ. അപ്പൊ അങ്ങനെ ദൈവത്തിന്റെ കർത്തൃത്വത്തിൽ നടന്ന ഒരു സംഭവം ആയതുകൊണ്ടാണ് ഈ ബൈബിളിലൊന്നും കോൺട്രഡിക്ടറി ഇല്ലാതെ ഒന്നിനോടൊന്ന് പൂരകമായി എല്ലാം എഴുതുവാനായിട്ട് സാധിച്ചത്. ഇനി നാം നോക്കുന്നത് ബൈബിളിന്റെ കൂടുതൽ ഡീറ്റെയിലുകളാണ്. നാം ഈ ബൈബിൾ പഠനം നടത്തുമ്പോൾ നാം ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഇത് ഏതൊരു കോണ്ടെക്സ്റ്റിലാണ് നാം പഠിക്കുന്നത്, അതും വളരെ പ്രസക്തമാണ്. ഇപ്പോ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഏതെങ്കിലും ഒരു പരീക്ഷ എഴുതാൻ വേണ്ടി ബൈബിൾ പഠിക്കുകയാണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ തീസീസ് സമർപ്പിക്കാനാണ് ബൈബിൾ പഠിക്കുന്നതെങ്കിൽ ഈ രീതിയിലല്ല പഠിക്കുന്നത്. അത് കുറച്ചുകൂടെ ആഴമായി ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് പഠിക്കേണ്ടതായ ആവശ്യമുണ്ട്. എന്നാൽ നമ്മൾ ഇവിടെ പഠിക്കുവാൻ ഉദ്ദേശിക്കുന്ന അങ്ങനെ ഒരു ഉദ്ദേശത്തിലല്ല. ഒരു ദൈവജനത്തിന് അല്ലെങ്കിൽ ദൈവ പൈതലിനെ അവൻ ആരാധിക്കുന്ന ദൈവം ആരെന്ന് മനസ്സിലാക്കി സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇവിടെ ചിന്തിക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ ഡീപ്പായിട്ട് നമ്മൾ പോകത്തില്ല. അപ്പൊ അങ്ങനെ ഡീപ്പായിട്ട് പോകേണ്ട ആവശ്യം നമുക്കില്ല. കാരണം അതൊക്കെ ഏതെങ്കിലും തീസീസ് എഴുതുകയോ അല്ലെങ്കിൽ കൂടുതൽ പഠിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കാണ് അങ്ങനെയുള്ള. ആ ഒരു അർത്ഥത്തിലല്ല നാം ഇവിടെ പഠിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. പൊതുവേ ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പം ഇനിയും നാം നോക്കേണ്ടത് ബൈബിളിന്റെ അതിന്റെ ഡിവൈഡ് ചെയ്തുള്ള പഠനമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് പൊതുവേ ഉള്ള ചില കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞല്ലോ. 66 പുസ്തകങ്ങളാണ് ആകെയുള്ളത്. നമുക്കറിയാം,
ഈ കാത്തലിക് അതുപോലെ തന്നെ ചില ഓർത്തഡോക്സ് സഭകൾക്ക് ഇതിൽ കൂടുതൽ പുസ്തകങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ വിശ്വസിക്കുന്ന ബൈബിൾ സൊസൈറ്റി ഇറക്കിയിരിക്കുന്ന പുസ്തകത്തിൽ 66 പുസ്തകങ്ങളാണ് ഉള്ളത്, കാനോനികമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഈ 66 പുസ്തകങ്ങൾ രണ്ടായിട്ട് വിഭജിച്ചിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. പഴയ നിയമവും പുതിയ നിയമവും. പഴയ നിയമത്തിൽ ഉള്ള പുസ്തകങ്ങൾ 39, പുതിയ നിയമത്തിൽ 27. അങ്ങനെ ആകെ 66 പുസ്തകങ്ങളാണ് നാം ഉപയോഗിക്കുന്ന ബൈബിളിൽ ഉള്ളത്. ഈ പഴയ നിയമ പുസ്തകങ്ങൾ അല്ലെ പഴയ നിയമം എഴുതിയത് എബ്രായ അരാമ്യ ഭാഷകളിലാണ്. അപ്പൊ പഴയ നിയമം എഴുതിയത് എബ്രായ ഭാഷയിലും അരാമ്യ ഭാഷയിലുമാണ്. എന്നാൽ പുതിയ നിയമം എഴുതിയത് ഗ്രീക്ക് ഭാഷയിലാണ്, യവനായ ഭാഷയിൽ. അപ്പൊ അത് നാം മനസ്സിലാക്കണം. അപ്പൊ ആകെ 66 പുസ്തകമുണ്ട്. ഇതിനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു, പഴയ നിയമമെന്നും പുതിയ നിയമമെന്നും. പഴയ നിയമം 39 അധ്യായങ്ങളും പുതിയ നിയമം 27 പുസ്തകങ്ങൾ. പഴയ നിയമം 39 പുസ്തകങ്ങളും പുതിയ നിയമം 27 പുസ്തകങ്ങളുമാണ്. അങ്ങനെ ആകെ 66 പുസ്തകങ്ങളാണ് നമ്മുടെ വേദപുസ്തകത്തിലുള്ളത്. ഇനി പഴയ നിയമ പുസ്തകം എഴുതിയിരിക്കുന്നത് എബ്രായ അരാമ്യ ഭാഷകളിലും പുതിയ നിയമം എഴുതിയിരിക്കുന്നത് ഗ്രീക്ക് ഭാഷയിലുമാണ്. മറ്റൊന്ന് മനസ്സിലാക്കേണ്ടത്, ഈ പ്രാരംഭ കാലങ്ങളിൽ ഇത് എഴുതപ്പെട്ടത് സംസ്കരിക്കപ്പെട്ട തൂവലുകളിലും അതുപോലെ ഞാങ്ങണ തണ്ടിൽ നിന്നുണ്ടാക്കിയ പെപ്പിറസ് എന്ന് പറയുന്ന ചുരുളുകളിലുമാണ് ആദ്യകാലങ്ങളിൽ ബൈബിൾ എഴുതിയത്. അപ്പം സംസ്കരിക്കപ്പെട്ട തുകല്, പിന്നെ ഞാങ്ങണയിൽ ഉണ്ടാക്കിയ പെപ്പിറസ് എന്ന് പറയുന്ന ഷീറ്റിലുമാണ് ആദ്യകാലങ്ങളിൽ ഈ ബൈബിൾ എഴുതിയത്. പിന്നെ കരി, അതുപോലെ പശ, എണ്ണ തുടങ്ങിയവ ചേർത്തുണ്ടാക്കിയ മഷി കൊണ്ടാണ് ആദ്യകാലങ്ങളിൽ എഴുതിയത്. അപ്പം ഈ കാര്യങ്ങളും നാം ഒന്ന് ഓർക്കുവാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ഇപ്പൊ പെപ്പിറസ്, അതുപോലെ തന്നെ തുകൽ, സംസ്കരിച്ച തുകൽ, ഇവയിൽ പ്രത്യേകതരം മഷി ഉപയോഗിച്ചാണ് ഈ ആദ്യകാലങ്ങളിൽ ഈ വേദപുസ്തക രചന നടത്തിയിരുന്നത്. മറ്റൊരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, എബ്രായ അരാമ്യ എഴുത്തുകൾ എന്ന് പറയുന്നത് വലത്ത് നിന്ന് ഇടത്തോട്ടാണ് എഴുതുന്നത്. അപ്പൊ എബ്രായ ഭാഷയും അരാമ്യ ഭാഷയും എഴുതുന്നത് വലത്ത് നിന്ന് ഇടത്തേക്ക്. എന്നാൽ ഗ്രീക്ക് ഭാഷ എഴുതുന്നത് ഇടത്ത് നിന്ന് വലത്തേക്കുമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എഴുത്ത് സംബന്ധിച്ച് നാം ഓർത്തിരിക്കേണ്ടത്. ഒന്നുകൂടെ പറയാം, 66 പുസ്തകങ്ങളുള്ള സത്യവേദ പുസ്തകം രണ്ടായി തിരിച്ചിരിക്കുന്നു. 39 പുസ്തകങ്ങളുള്ള ഭാഗത്തെ പഴയ നിയമമെന്നും 27 പുസ്തകങ്ങളുള്ള ഭാഗത്തെ പുതിയ നിയമമെന്നും പറയുന്നു. പഴയ നിയമ പുസ്തകങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് എബ്രായ ഭാഷയും അരാമ്യ ഭാഷയിലുമാണ് പഴയ നിയമം എഴുതിയത്. പുതിയ നിയമം എഴുതിയത് ഗ്രീക്ക് ഭാഷയിലാണ്. പഴയ നിയമം എഴുതിയ എബ്രായ അരമയ ഭാഷകൾ എഴുതുന്നത് വലത്ത് നിന്ന് ഇടത്തേക്കാണ്. എന്നാൽ പുതിയ നിയമം എഴുതിയ ഗ്രീക്ക് ഭാഷ എഴുതുന്നത് ഇടത്ത് നിന്ന് വലത്തേക്കുമാണ്. ഇത്രയും കാര്യങ്ങളാണ് അത് സംബന്ധിച്ച് നമുക്ക്. ഇനിയും കാലഘട്ടം, ഇതെഴുതിയ കാലഘട്ടം എന്നാണ്. പഴയ നിയമ ഭാഗം പ്രതിപാദിക്കുന്നത് 2000 വർഷത്തെ ചരിത്രവും പുതിയ നിയമ ഭാഗങ്ങൾ പ്രതിപാദിക്കുന്നത് 100 വർഷത്തെ ചരിത്രവുമാണ്. അപ്പൊ ആകെ 2100 വർഷത്തെ കാര്യങ്ങളാണ് സത്യവേദ പുസ്തകത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. എന്നോട് പറയാം, BC 2000 മുതൽ AD 1-ാം നൂറ്റാണ്ട് വരെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മുതൽ 11-ാം അധ്യായം വരെ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് പ്രത്യേകം നോട്ട് ചെയ്യണം. ഉൽപ്പത്തി പുസ്തകം 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ ഈ ഒരു ഗണത്തിൽ പെടുന്നില്ല. ആ ഒരു പ്രത്യേക ഭാഗത്തെ അറിയപ്പെടുന്നത് പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്നാണ്. പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം തുടങ്ങുന്നത് സൃഷ്ടിയാണ്, ഇല്ലേ? ആദിയിൽ ദൈവം ഭൂമിയെ സൃഷ്ടിച്ച കാര്യങ്ങളാണ്
ഉൽപ്പത്തിയിൽ പറയുന്നത്. ആ ഉൽപ്പത്തി പുസ്തകം 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ എന്ന് പറഞ്ഞാൽ ബാബേൽ ഗോപുരം പണിയുന്നത് വരെയുള്ള ഭാഗമായി 11 പറയുന്നു. അപ്പൊ അതുവരെയുള്ള ഭാഗം പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ അതിന്റെ കാലം നിർണയിക്കുവാൻ അത്ര എളുപ്പമല്ല. അപ്പൊ അത് ഈ 2000 വർഷം എന്ന് പറയുന്നതിൽ പെടത്തില്ലത്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു? പഴയ നിയമം കാലഘട്ടം എന്ന് പറയുന്നത് 2000 വർഷത്തെ സംഭവങ്ങളാണ് പഴയ നിയമകാലത്തെ അല്ലെ പഴയ നിയമത്തിൽ എഴുതിയിരിക്കുന്നത്. ഈ 2000-ൽ പെടത്തില്ല ഏത്? ഉൽപ്പത്തി പുസ്തകം 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ. ആ ഭാഗത്തെ പറയുന്നത് പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്നാണ്. എന്ന് പറഞ്ഞാൽ നാം കൂടുതൽ അത് പഠിക്കുന്ന സമയത്ത് അത് നമുക്ക് ആവശ്യമില്ല എങ്കിൽ പോലും ഒന്നാമത്തെ വാക്യം എന്താ? ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ വാക്യം അതിൽ വായിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ എങ്ങനെ വായിക്കുന്നത്? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. പിന്നെന്താ പറയുന്നത്? ഭൂമി പാഴായും ശൂന്യമായിരുന്നു, ആഴത്തിന്മീതെ ഇരുൾ ഉണ്ടായിരുന്നു. അവിടെ നിൽക്കട്ടെ. 1-ാമത്തെ ഭാഗം ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഓക്കെ. 2-ാമത്തെ വാക്യം എന്ന് പറയുന്നത് ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നാം ഈ ഒരു രീതി വായിച്ചാൽ എന്താ മനസ്സിലാക്കുന്നത്? ആദ്യം സൃഷ്ടിച്ച ആകാശവും ഭൂമിയും എന്തുവായിരുന്നെന്നാ? ശൂന്യവും പാഴുമായിരുന്നെന്നുള്ള ഒരു ധ്വനി ഇതിൽ വരും. എന്നാൽ അത് സത്യമല്ല. അപ്പൊ അതുകൊണ്ടാണ് അത് ഈ സാധാരണ നമ്മളെ പോലുള്ള ആളുകൾ പഠിക്കുവാനായിട്ട് ഈ ഭാഗം വിട്ടുതരാത്തത്. അത് നമ്മുടെ ബൈബിൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ അത് അവർ പഠിക്കുന്നുണ്ട്. പക്ഷെ നമ്മെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഈ പഠിക്കുന്നത് എവിടെയെങ്കിലും തീസിസ് എഴുതാനൊന്നും അല്ല. നമ്മളൊരു ദൈവജനം അല്ലെങ്കിൽ സാധാരണ മനുഷ്യരെന്നുള്ള രീതിയിലുള്ള പഠനം. അപ്പൊ അതിന് ഇത് വേണ്ട. അതുകൊണ്ടാണ് പറഞ്ഞത് 1 മുതൽ 11 വരെയുള്ള ഭാഗം പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്നാണ് പറഞ്ഞങ്ങ് മാറ്റുകയാണ്. എന്ന് വെച്ചാൽ ആദിയിൽ സൃഷ്ടിപ്പ് മുതൽ എവിടം വരെയാ? ഗോപുരം ഉണ്ടാക്കുന്നതിന് വരെ അത്രയും ഭാഗമാണ് ഈ 11 അധ്യായങ്ങൾ എന്ന് പറയുന്നത്. അത് പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറയും. അതിന്റെ കാലഗതി അല്ലെങ്കിൽ അതിന്റെ ടൈം പീരീഡ് കണക്ക് ആക്കുവാനായിട്ട് പ്രയാസം. അപ്പോൾ 1-ാമത്തെ വാക്യവും നമ്മൾ ആദ്യം വായിച്ച 1-ാമത്തെ വാക്യവും 2-ാമത്തെ വാക്യവും തമ്മിൽ വർഷങ്ങളുടെ വ്യത്യാസമുണ്ടെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വേറെ രീതിയിൽ പറഞ്ഞാൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യവുമായി തീർന്നു എന്നാണ് വരേണ്ടതെന്നാണ് ഈ ഇപ്പോഴത്തെ അല്ലെങ്കിൽ പഴയ അതിന്റെ ആ ട്രാൻസ്ലേഷനിൽ വന്ന ഒരു പ്രശ്നമാണെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഒന്നുകൂടെ പറയാം. ഇതിൽ നമ്മൾ വായിക്കുന്ന ഭൂമി പാഴും ശൂന്യമായി ഇരുന്നു എന്ന്. അങ്ങനല്ല, ഭൂമി പാഴും ശൂന്യമായി തീർന്നു. അപ്പൊ ആദ്യമുള്ളത് പാഴും ശൂന്യമല്ല. ഞാൻ പറയുന്ന അർത്ഥം മനസ്സിലാകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അത് കോംപ്ലിക്കേറ്റഡ് വിഷയമായതുകൊണ്ടാണ് 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളെ പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്നും കണക്കാക്കി ഈ യഹൂദ ചരിത്രത്തിൽ അത് പെടുത്തുന്നില്ല. യഹൂദന്മാരുടെ ചരിത്രം ആരംഭിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം മുതലേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ അബ്രഹാം ഉള്ള കാര്യങ്ങളാണ് യഹൂദ ചരിത്രം ആരംഭിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പുള്ള കാര്യം പ്രീ ഹിസ്റ്റോറിക് എന്ന് പറഞ്ഞ് വിടുക. അപ്പം യഹൂദന്മാരെ അല്ലെ കർത്താവായ യേശു ക്രിസ്തു അല്ലെ യഹൂദനായിട്ട് പറഞ്ഞതാ. അപ്പം കർത്താവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടങ്ങുന്ന എവിടെയാണ്? അല്ലെങ്കിൽ കർത്താവുമായി ബന്ധപ്പെട്ടെന്ന് പറയാൻ പാടില്ല. കർത്താവ് എന്ന് പറയാൻ ദൈവമാണ്. ഭൂമിക്ക് അല്ലെങ്കിൽ ഇതിനൊക്കെ മുമ്പേ ഉള്ളതാണ് ദൈവം. അനാദിയായും ശാശ്വതമായ ദൈവമാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ആ ഒരു അർത്ഥത്തിലല്ല. യഹൂദ ചരിത്രം ആരംഭിക്കുന്നത് 12-ാം അധ്യായം മുതൽ. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ അബ്രഹാം മുതലാണ് യഹൂദ ചരിത്രം ആരംഭിക്കുന്നത്. കർത്താവ് അന്നേരമല്ല കേട്ടോ. ഞാൻ ആ അർത്ഥത്തിലല്ല പറഞ്ഞു. കർത്താവ് പിന്നെ ഈ അഖിലാണ്ടത്തിന്റെ ഉടയവൻ ദൈവമാണ്. അപ്പം
ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം മുതലാണ് യഹൂദ ചരിത്രം ആരംഭിക്കുന്നത് എന്നുള്ള കാര്യവും നാം ഓർക്കണം. പിന്നെയും നാം നോക്കുന്നത് ഉൽപ്പത്തി മുതൽ 5 പുസ്തകങ്ങൾ, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. ഉൽപ്പത്തി മുതൽ ആവർത്തനം വരെയുള്ള 5 പുസ്തകങ്ങളെ അറിയപ്പെടുന്നത് പഞ്ചഗ്രന്ഥങ്ങൾ എന്നാണ്. പഞ്ചഗ്രന്ഥങ്ങൾ. ഈ പഞ്ചഗ്രന്ഥങ്ങൾ എഴുതിയത് മോശ എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പം ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, ഈ 5 പുസ്തകങ്ങളെ പഞ്ചഗ്രന്ഥങ്ങൾ എന്നറിയപ്പെടുന്നു. ഇത് മോശ എഴുതി എന്ന് വിശ്വസിക്കുന്നു. എന്നാൽ നാം ഒരു കാര്യം ശ്രദ്ധിച്ചോണം, ഈ മോശ എഴുതി എന്ന് പറയുന്ന ഈ 5 പുസ്തകങ്ങളിൽ ഉൽപ്പത്തി പുസ്തക കാലഘട്ടത്തിൽ മോശ ജീവിച്ചിരുന്നിട്ടില്ല. മോശയുടെ കാലം എന്ന് പറയുന്നത് ഉൽപ്പത്തി കഴിഞ്ഞ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നോ? അപ്പൊ മോശ ഇതിൽ പെടുന്നില്ല. മോശയുടെ ജീവകാലമല്ല ഉൽപ്പത്തി പുസ്തകം. പക്ഷേ ഉൽപ്പത്തി പുസ്തകം മോശ എഴുതിയെന്നാണ് നാം വിശ്വസിക്കുന്നത്. അതെങ്ങനെ പറ്റി? പൂർവ്വപിതാക്കന്മാർ വാമൊഴിയായും വരമൊഴിയായും പറഞ്ഞ കാര്യങ്ങളെ പിന്നീട് മോശ എഴുതിയെന്നാണ് നാം വിശ്വസിക്കുന്നത്. അപ്പം ഉൽപ്പത്തി പുസ്തകത്തിന്റെ കാലഘട്ടത്തിൽ മോശ ജീവനോടില്ല. മോശ ജനിച്ചിട്ടില്ല. മോശ പിന്നാ ജനിച്ചത്. എന്നാലും അതിന് പിന്നോട്ടുള്ള കാര്യം മോശ എങ്ങനെ എഴുതിയെന്നുള്ള ചോദ്യം വന്നാൽ അതിനുത്തരമാണ് പൂർവ്വപിതാക്കന്മാർ വാമൊഴിയായും വരമൊഴിയായും പറഞ്ഞ കാര്യങ്ങളെ മോശ രേഖപ്പെടുത്തി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ 5 പുസ്തകങ്ങൾ ആരെഴുതിയത്? മോശ എഴുതിയതാണെന്ന് നാം വിശ്വസിക്കുന്നു. ഇനിയും വേദപുസ്തകത്തിലെ സംഭവങ്ങളുടെ കാലഘട്ടം ഞങ്ങളുടെ വേദത്തിൽ പറയാം. വേദപുസ്തകത്തിലെ സംഭവം, ബോറടിച്ചോ എല്ലാവരും? വേദപുസ്തകത്തിലെ സംഭവങ്ങളുടെ കാലഘട്ടം. ഇത് ഒറ്റത്തവണ കേട്ടാൽ അത്ര വേഗത്തിൽ അങ്ങോട്ട് മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാവും. അത് സ്വാഭാവികമാ. അത് റിപ്പീറ്റൊക്കെ ഇനി കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായിക്കൊള്ളും നമ്മൾ. അപ്പം ഇനി നമ്മളിതിന്റെ കാലഘട്ടം നോക്കാം. ഇപ്പൊ പഴയ നിയമം പ്രതിപാദിക്കുന്നത് 2000 വർഷത്തെ സംഭവങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു. 2000 വർഷം എന്ന് പറഞ്ഞാൽ BC 2000 മുതലുള്ള കാര്യങ്ങളാണ് പഴയ നിയമകാലത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ തന്നെ ഏത് വിടും? ഉൽപ്പത്തി പുസ്തകം 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ വിട്ടിട്ട്. അപ്പം ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം മുതൽ ഇങ്ങോട്ട് തുടങ്ങി പറയുന്ന കാര്യങ്ങളാണ് ഈ 2000 വർഷം എന്ന് പറയുന്നത്, പഴയ നിയമകാലം. BC 2000 മുതൽ 1500 വരെയുള്ള 500 വർഷക്കാലം നാം കാണുന്ന സംഭവങ്ങളാണ് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം മുതലുള്ള സംഭവങ്ങൾ. എന്നിട്ട് പറയാം, BC 2000 മുതൽ BC 1500 വരെയുള്ള 500 വർഷത്തെ സംഭവങ്ങളാണ് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം തുടങ്ങി ഉൽപ്പത്തി പുസ്തകം അവസാന അധ്യായം വരെ, എന്ന് വെച്ചാൽ 50 അധ്യായങ്ങളാണുള്ളത്. 50-ാം അധ്യായം വരെയുള്ള ഭാഗങ്ങളാണ് ഈ 500 വർഷത്തെ കാലഘട്ടത്തിൽ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവം അബ്രഹാമിനെ അന്യ ആരാധനയിൽ നിന്ന് വിളിച്ച് വേർതിരിച്ച് ഒരു പ്രത്യേക ജനമാക്കി തീർക്കുന്ന കാര്യങ്ങളാണ് ഈ ഭാഗത്ത് പറയുന്നത്. മനസ്സിലായോ? അബ്രഹാമിനെ ദൈവം വിളിക്കുന്നു, ഒരു ജനതയാക്കുന്നു. പിന്നീട് അബ്രഹാം കുടുംബവുമായി ഇറങ്ങി പുറപ്പെടുന്നു. കൂടെ ലോത്തും ഉണ്ടായിരുന്നു. അവരിങ്ങനെ ആദ്യം കനാൻ നാട്ടിലെത്തി. പിന്നീട് അവരുടെ ക്ഷാമം വന്നപ്പോൾ അവിടെ നിന്ന് തിരിച്ച് പല രാജ്യങ്ങളും സന്ദർശിച്ചു. എക്സാമ്പിൾ, മിസ്രൈമിൽ പോയി, തെക്കേ രാജ്യത്ത് പോയി, അങ്ങനെ കുറേയൊക്കെ ചുറ്റിക്കറങ്ങി. ആ ഭാഗമൊക്കെ നമ്മൾ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാവും. അങ്ങനെ ചുറ്റിക്കറങ്ങിയിട്ട് വീണ്ടും അബ്രഹാമും സന്തതികളും ഇവിടെ വന്നു, കനാനിലെത്തി. ഇവിടെ പറയാം, അബ്രഹാമിനെ ദൈവം വിളിച്ച് വേർതിരിച്ചു, ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് വരിക എന്ന് പറഞ്ഞു. അങ്ങനെ അബ്രഹാമും പിതാവായ തേരഹും ഭാര്യയായ സാറായും അവിടെ നിന്ന് തിരിച്ചിട്ട് അവർ കനാനിൽ വന്നു. കനാനിൽ അധികം നാൾ നിന്നില്ല. അവർ വീണ്ടും അവിടെ നിന്ന് ക്ഷാമം ഉണ്ടായപ്പോൾ വീണ്ടും യാത്ര ചെയ്ത് മിസ്രൈമിൽ പോയി, അവിടെ നിന്ന് യാത്ര ചെയ്ത് തെക്കേ രാജ്യത്ത് പോയി, അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് വീണ്ടും ഇവിടെ വന്നു, കനാനിൽ വന്നു. അങ്ങനെ കനാനിൽ വന്ന് താമസിച്ച് അവിടെയാണ് തൻ്റെ സന്തതികൾ വളർന്നത്. അങ്ങനെ ആ കാലഘട്ടത്തിലുള്ള കാര്യങ്ങളെല്ലാം വിടുന്നതാണ്
ഈ BC 2000 മുതൽ 1500 വരെയുള്ള 500 വർഷത്തെ കാലങ്ങൾ. എന്നൂടെ പറയാം. BC 2000 മുതൽ 500 വരെയുള്ള ഭാഗം പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായമുള്ള കാര്യങ്ങൾ. ഈ ഭാഗത്ത് പറയുന്നത് അബ്രഹാമിനെ ദൈവം വിളിച്ച് വേർതിരിക്കുന്നു. അങ്ങനെ വേർതിരിക്കപ്പെട്ട അബ്രഹാം കനാൻ നാട്ടിൽ വരുന്നു. അതിനുശേഷം പല രാജ്യങ്ങളിലും ചുറ്റിക്കറങ്ങുന്നു. ഒടുവിൽ വീണ്ടും കനാനിൽ വരുന്നു. അങ്ങനെ കനാനിൽ താമസിക്കുന്ന സമയത്താണ് ഒടുവിൽ അവിടെ യാക്കോബിന്റെ കാലഘട്ടമായി. ആ സമയത്ത് ക്ഷാമം വന്നു. അങ്ങനെ യോസഫിന്റെ അടുത്ത് മിസ്രൈമിൽ പോയി. അങ്ങനെയാണ് ഈ ജനത യോസഫിന്റെ അല്ലെങ്കിൽ കനാൻ നാട്ടിൽ വന്ന് അവിടെ ക്ഷാമം വന്നപ്പോൾ യോസഫിന്റെ നേതൃത്വത്തിൽ വരുന്നിടം വരെയുള്ള ഭാഗമാണ് ഈ 500 കൊല്ലം എന്ന് പറയുന്നത്. മനസ്സിലായോ? ദൈവം അബ്രഹാമിനെ വിളിക്കുന്നു. അബ്രഹാം മുതൽ യോസഫ് വരെയുള്ള കാലമാണ് BC 2000 മുതൽ 1500 വരെയുള്ള 500 വർഷത്തെ കാലഘട്ടം. അതിനുശേഷം BC 1500 മുതൽ 1000 വരെയുള്ള 500 വർഷങ്ങളിൽ ആണ് മിസ്രൈം അടിമത്തത്തിൽ നിന്ന് മോശയുടെ നേതൃത്വത്തിൽ ജനം പുറപ്പെടുന്നതും 40 വർഷം ഒരു മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് അവര് കനാൻ നാട്ടിലെത്തി. കനാൻ നാട്ടില് അവിടെ അന്നുണ്ടായിരുന്ന ആളുകളെ തോൽപ്പിച്ച് അവിടെ സ്ഥാനം ഉറപ്പിക്കുന്ന കാര്യങ്ങളാണ് ഈ 1500 മുതൽ 1000 വരെയുള്ള കാലഘട്ടത്തിൽ നടന്നത്. ഇവിടെ പറയാം. BC 1500 മുതൽ BC 1000 വരെയുള്ള ഭാഗത്ത് നാം കാണുന്നത് മിസ്രൈമിൽ അടിമകളായിരുന്ന ഇസ്രായേൽ മക്കൾ മോശയുടെ നേതൃത്വത്തിൽ അവിടെ നിന്ന് തിരിച്ച് 40 വർഷം മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് കനാൻ നാട്ടിലെത്തുന്നു. കനാൻ നാട്ടിലെത്തി അവിടെ ഉണ്ടായിരുന്നവരെ തോൽപ്പിച്ച് തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കുന്നത് വരെയുള്ള കാലഘട്ടമാണ് ഈ 1500 മുതൽ 1000 വരെയുള്ള 500 വർഷം. തുടർന്ന് 1000 മുതൽ 500 വരെയുള്ള 500 വർഷത്തിലാണ് കനാൻ നാട്ടിൽ വസിച്ച ജനം ദൈവ വഴികളെ വിട്ടപ്പോൾ അവർ പ്രവാസത്തിലേക്ക്, ബാബേൽ പ്രവാസത്തിലേക്ക് പോകുന്ന കാലഘട്ടം. എന്നൂടെ പറയാം. BC 1000 മുതൽ BC 500 വരെയുള്ള 500 വർഷക്കാലമാണ് കനാൻ നാട്ടിൽ വസിച്ച ജനം തങ്ങൾ ദൈവവഴി വിട്ടുതിരിഞ്ഞപ്പോൾ അവരെ പ്രവാസത്തിലേക്ക്, ബാബേലിലേക്ക് പ്രവാസികളായി പിടിച്ചുകൊണ്ടു പോകുന്ന ഭാഗമാണ് ആ 500 വർഷത്തെ കാലഘട്ടം. തുടർന്ന് BC 500 മുതൽ യേശുക്രിസ്തു വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്ന, അല്ലെങ്കിൽ AD 1 വരെയുള്ള കാലഘട്ടത്തിൽ നടന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ജനം രക്ഷകനായ മശിഹായെ കാത്തിരിക്കുന്ന കാലഘട്ടമാണ് ഇത്. BC 500 മുതൽ AD 1 വരെയുള്ള കാലഘട്ടം. ഇതാണ് അതിന്റെ കാലഘട്ടം അനുസരിച്ചുള്ള ക്രമം. മനസ്സിലായി കാണുമോ? BC 2000 മുതൽ AD 1 വരെയുള്ള കാര്യം ഞാൻ വളരെ വേഗത്തിൽ പറഞ്ഞു. അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കും. ഇനി ഈ കാലഘട്ടത്തിലൊക്കെ ഇവരെ നടത്തിയത് ആരൊക്കെ? ഒന്ന്, പൂർവ പിതാക്കന്മാർ ഇവരെ നടത്തി. എക്സാമ്പിൾ ആണ് അബ്രഹാം മുതൽ യോസഫ് വരെയുള്ള നേതാക്കന്മാർ. അബ്രഹാം മുതൽ യോസഫ് വരെയുള്ള നേതാക്കന്മാരാണ് ഇവരെ ആദ്യ കാലഘട്ടങ്ങളിൽ വഴി നടത്തിയത്. അതിനുശേഷം പ്രവാചകന്മാരും ന്യായാധിപന്മാരും ഈ ഇസ്രായേലിന് നേതൃത്വം നൽകി. എന്ന് പറഞ്ഞാൽ മോശ മുതൽ ശമൂവേൽ വരെയുള്ള പ്രവാചകന്മാരും ന്യായാധിപന്മാരുമായ ആളുകൾ ഇസ്രായേലിനെ വഴി നടത്തി. അതിനുശേഷം ഇവർക്ക് നേതൃത്വം കൊടുത്തതാണ് രാജാക്കന്മാർ. ഇസ്രായേലിലും യഹൂദയിലും ഉണ്ടായിരുന്ന രാജാക്കന്മാർ. അതിനുശേഷം ഇവർക്ക് നേതൃത്വം നൽകിയതാണ് പുരോഹിതന്മാർ. പുരോഹിതൻ എന്ന് പറയുമ്പോൾ മോശയുടെ സഹോദരനായ അഹരോൻ മുതൽ കർത്താവിന്റെ കാലത്തുള്ള കയ്യാഫാവ് വരെ, ഇത്രയും കാലത്ത് വിവിധങ്ങളായ പുരോഹിതന്മാർ അവർക്ക് നേതൃത്വം നൽകി. അപ്പോൾ ഇവർക്ക് നേതൃത്വം നൽകിയ ആളുകൾ ഒന്ന് പൂർവ്വപിതാക്കന്മാർ, രണ്ടാമത്തെ കൂട്ടരെന്ന് പറയുന്ന പ്രവാചകന്മാരും ന്യായാധിപന്മാരും. ന്യായാധിപന്മാരാകെ 15 പേരായിരുന്നു ന്യായാധിപന്മാരും. മൂന്നാമത്തെ കൂട്ടരായിരുന്നു രാജാക്കന്മാർ. നാലാമത്തെ കൂട്ടരായിരുന്നു പുരോഹിതന്മാർ. ഇങ്ങനെയുള്ളവരാണ് ഇവരെ
വഴി നടത്തിയത്, അവർക്ക് നേതൃത്വം നൽകിയത്. ഇനി അടുത്തതായി നാം കാണുന്നത് ബൈബിൾ എന്ന് പറയാൻ ചുരുക്കത്തിൽ എന്തോ, അതുകൂടെ പറഞ്ഞിടുന്നത്. ബൈബിൾ എന്ന് പറയാൻ ചുരുക്കം എന്തോ? നേരത്തെ പറഞ്ഞു ആകെ 66 പുസ്തകങ്ങളാണ് ഉള്ളത്. അതിലെ ആദ്യത്തെ 5 പുസ്തകങ്ങളെ പഞ്ചഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നു. അത് മോശ എഴുതിയതായി വിശ്വസിക്കുന്നു. അതിലെ ഒന്നാമത്തെ പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം. ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പ്രതിപാദ്യം എന്ന് പറയുന്നത് ലോകത്തിന്റെ സൃഷ്ടി, ദൈവം തെരഞ്ഞെടുത്ത കുടുംബങ്ങളുടെ ചരിത്രം, ഇത്രയും കാര്യങ്ങളാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത്. ദൈവം തിരഞ്ഞെടുത്ത കുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ ആരൊക്കെയാ? ആദാം, ലോത്ത്, അബ്രഹാം. ഇതാണ് പ്രധാനപ്പെട്ട കുടുംബങ്ങൾ. ഇത്രയും ആളുകളുടെ കാര്യം പറയുന്നതാണ് ഏത്? ഉൽപ്പത്തി പുസ്തകം. ഇനി രണ്ടാമത്തെ പുസ്തകമായ പുറപ്പാടിൽ പറയുന്നത് അടിമത്തത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് സഞ്ചരിക്കുന്ന ജനത്തെ പറ്റി പറയുന്നതാണ് പുറപ്പാട് പുസ്തകം. മൂന്നാമത്തെ പുസ്തകമായ ലേവ്യ പുസ്തകത്തിൽ പറയുന്നത് ഉപദേശങ്ങളും തത്വങ്ങളുമാണ്, എങ്ങനെയൊക്കെ ജീവിക്കണം എന്ന് പറയുന്നതാണ് ലേവ്യ പുസ്തകം. നാലാമത്തെ പുസ്തകമായ സംഖ്യാപുസ്തകത്തിൽ പറയുന്നത് 40 വർഷത്തെ ഇവരുടെ മരുഭൂമി യാത്രയെ പറ്റി പറയുന്നതാണ് സംഖ്യാപുസ്തകം. അഞ്ചാമതായിട്ട് ആവർത്തന പുസ്തകം എന്ന് പറയുന്നത് കൽപ്പനകളും ചട്ടങ്ങളും വീണ്ടും ആവർത്തിച്ച് പറയുന്നതും, അതുപോലെ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലെ 10 കൽപ്പനകൾ വീണ്ടും ഈ ജനത്തെ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഈ ഭാഗത്ത് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആവർത്തന പുസ്തകത്തിൽ പറയുന്നത് മുൻപ് കൊടുത്ത കൽപ്പനകളും ചട്ടങ്ങളും ഒരിക്കൽ കൂടെ പറയുന്നു. ആകെ 10 കൽപ്പനകളും മോശയുടെ 613 നിയമങ്ങളുമാണ്. നമ്മളത് മനസ്സിലാക്കണം. ഈ ആകെയുള്ള നിയമങ്ങൾ എത്രയാണെന്ന് ചോദിച്ചാൽ 10 കൽപ്പനകൾ ദൈവം കൊടുത്തതും അതിനോടനുബന്ധിച്ച് മോശ നൽകിയ 613 നിയമങ്ങളും, ഇവയെല്ലാം ഒന്നുകൂടെ ജനത്തെ പഠിപ്പിക്കുന്നതാണ് ആവർത്തന പുസ്തകം. അപ്പം പഞ്ചഗ്രന്ഥങ്ങളുടെ കാര്യം ചുരുക്കമായി പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം എന്ന് പറയുന്ന സൃഷ്ടി, അതുപോലെ തന്നെ ദൈവം തിരഞ്ഞെടുത്ത കുടുംബങ്ങളെ പറ്റി പറയുന്നു. പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നത് അടിമത്തത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് യാത്ര ചെയ്യുന്ന ജനത്തെ പറ്റി പറയുന്നു. മൂന്നാമത് ലേവ്യ പുസ്തകത്തിൽ പറയുന്ന ഉപദേശങ്ങളും തത്വങ്ങളുമാണ്. നാലാമത് സംഖ്യാപുസ്തകത്തിൽ പറയുന്നത് 40 വർഷത്തെ യാത്രാ വിവരണമാണ്, മരുഭൂമിയിലൂടെ യാത്രാക്കാര്യം പറയുന്നതാണ് സംഖ്യാപുസ്തകം. നാലാമതായിട്ട് ആവർത്തന പുസ്തകത്തിൽ പറയുന്നത് കൽപ്പനകളുടെ ആവർത്തനവും വിവരണവും, അതാണ് ആവർത്തന പുസ്തകം. ഇനി രണ്ടാമത്, ആദ്യം പഞ്ചഗ്രന്ഥങ്ങൾ, അത് 5 ഗ്രന്ഥങ്ങൾ, അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു. രണ്ടാമത്തെ ടൈപ്പ് പുസ്തകങ്ങൾ എന്ന് പറയുന്നത് ചരിത്ര പുസ്തകങ്ങൾ. അതാകെ 12 എണ്ണമാണ് ഉള്ളത്. ചരിത്ര പുസ്തകങ്ങൾ 12 എണ്ണം. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് യോശുവ, വാഗ്ദത്ത നാട് കൈവശമാക്കുന്നതിനെ പറ്റി പറയുന്നതാണ് യോശുവയുടെ പുസ്തകം. അടുത്ത പുസ്തകമാണ് ന്യായാധിപന്മാർ. 15 ന്യായാധിപന്മാരാണ് ഇസ്രായേലിൽ ന്യായം വിധിച്ചത്. 15 ന്യായാധിപന്മാർ, അവരുടെ ചരിത്രമാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ പറയുന്നത്. അടുത്താണ് രൂത്ത്. രൂത്ത് എന്ന് പറഞ്ഞാൽ ദാവീദിന്റെയും യേശുവിന്റെയും വംശാവലിയിൽ മുൻഗാമിയായ രൂത്തിനെ പറ്റി പറയുന്നു. അടുത്തതാണ് 1 ശമൂവേലും 2 ശമൂവേലും. ഇവിടെ 3 ജീവചരിത്രങ്ങളാണ് പ്രധാനമായും ഉള്ളത്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ശമൂവേലിന്റെ ജീവചരിത്രം, ശൗലിൻ്റെത്, ദാവീദിൻ്റെത്. ഈ 3 പേരുടെ ചരിത്രമാണ് ഈ 1-ഉം 2-ഉം ശമൂവേലിൽ പറയുന്നത്. പിന്നെ അടുത്തതാണ് 1-ഉം 2-ഉം രാജാക്കന്മാർ. അതിൽ പറയുന്നത് ശമൂവേൽ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇസ്രായേലിന്റെ ചരിത്രം ഒന്നുകൂടെ ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് ഈ 1-ഉം 2-ഉം രാജാക്കന്മാരുടെ പുസ്തകം. അടുത്തത് 1-ഉം 2-ഉം ദിനവൃത്താന്ത പുസ്തകങ്ങൾ. അത് ഇസ്രായേലിന്റെ വീണ്ടെടുപ്പിന്റെ ചരിത്രം. ഇത് എഴുതിയത് എസ്ര ആണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇത്രയും കാര്യങ്ങളാണ് ചരിത്ര പുസ്തകങ്ങളായിട്ട് അറിയപ്പെടുന്നത്. ഇപ്പം പഴയ നിയമത്തിലെ ആദ്യത്തെ 5 പുസ്തകങ്ങളെ പഞ്ചഗ്രന്ഥങ്ങൾ എന്നറിയപ്പെടുന്നു. രണ്ടാമത്തെ കൂട്ടം പുസ്തകങ്ങളാണ് 12 പുസ്തകങ്ങൾ. അത് യോശുവ മുതൽ 2 ദിനവൃത്താന്തം വരെയുള്ള 12 പുസ്തകങ്ങൾ. ഇനി അടുത്ത ഒരു ടൈപ്പ് പുസ്തകങ്ങളാണ് ഈ 12 പുസ്തകങ്ങളിൽ. ഇനിയും ഉണ്ട്, എസ്രായുണ്ട്, നെഹമ്യാവുണ്ട്, എസ്തേറുണ്ട്. ഇത്രയും ചേരുമ്പോഴാണ് ഈ 12 പുസ്തകങ്ങൾ എന്ന് പറയുന്നത്. ഈ 12 പുസ്തകങ്ങളെ അറിയപ്പെടുന്നത് ചരിത്ര പുസ്തകങ്ങളെന്ന് അറിയപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ ഒരിക്കൽ കൂടെ പറയാം, യോശുവ മുതൽ ഇവിടം വരെ എസ്തേർ വരെയുള്ള 12 പുസ്തകങ്ങൾ. അതിനുശേഷം നാം കാണുന്ന വേറെ ടൈപ്പാണ് കാവ്യങ്ങൾ.
മൂന്നാമത്തെ തരം പുസ്തകങ്ങളാണ് കാവ്യങ്ങൾ. അത് ഏതൊക്കെയാന്ന് ചോദിച്ചാൽ ഇയ്യോബ്, സങ്കീർത്തനങ്ങൾ, സദൃശവാക്യങ്ങൾ, സഭാപ്രസംഗി, ഉത്തമഗീതം, വിലാപങ്ങൾ. ഇങ്ങനെയുള്ള 6 പുസ്തകങ്ങളാണ് കാവ്യ പുസ്തകങ്ങൾ. ഇപ്പൊ എത്രയായി അപ്പം? ആദ്യത്തെ 5 പുസ്തകം മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ, അത് കഴിഞ്ഞ് ചരിത്ര പുസ്തകം 12. ഇപ്പൊ എത്രയായി? 12 5 17. പിന്നീട് മൂന്നാമത്തെ കാറ്റഗറിയാണ് കാവ്യങ്ങൾ. അത് 6 പുസ്തകം. അത് ഇയ്യോബ്, സങ്കീർത്തനങ്ങൾ, സദൃശവാക്യങ്ങൾ, സഭാപ്രസംഗി, ഉത്തമഗീതം, വിലാപം. അടുത്ത ഒരു ടൈപ്പാണ് വലിയ പ്രവാചകന്മാർ. അടുത്ത കാറ്റഗറി വലിയ പ്രവാചകന്മാർ എന്ന് പറയുന്നത് യെശയ്യാവ്, ഇരമ്യാവ്, യെഹെസ്കേൽ ആൻഡ് ദാനിയേൽ. അത് കഴിഞ്ഞിട്ട് 5-ാമത്തെ കൂട്ടരാണ് ചെറിയ പ്രവാചകന്മാർ. ചെറിയ പ്രവാചകന്മാർ എന്ന് പറയുന്നത് 12 പേര്. അത് ആരൊക്കെയാ? ഹോശേയ മുതൽ മലാഖി വരെയുള്ള 12 പേർ. അപ്പം വലിയ പ്രവാചകന്മാർ 4, ചെറിയ പ്രവാചകന്മാർ 12, ആകെ പ്രവാചകന്മാർ 16. ഈ വലുതും ചെറുതുമായിട്ട് ഈ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നറിയാവോ? ഡിഗ്രി കൂടിയവരും കുറഞ്ഞു അങ്ങനെയുള്ള അർത്ഥത്തിലല്ല. കൂടുതൽ അധ്യായങ്ങളുള്ള പുസ്തകങ്ങൾ, അല്ലെ കൂടുതൽ അതിന്റെ വലുപ്പം അനുസരിച്ചാണ് ഈ വലിയ പ്രവാചകനെന്നും ചെറിയ പ്രവാചകനെന്നും വേർതിരിച്ചിരിക്കുന്നത്. അല്ലാതെ മറ്റ് ഒരു മാനദണ്ഡമല്ല. ഇപ്പൊ യെശയ്യാവ്, ഇരമ്യാവ്, യെഹെസ്കേല്, ദാനിയേൽ, അവരുടെ പുസ്തകങ്ങൾ എന്ന് പറയുന്ന വേദപുസ്തകത്തിൽ കുറച്ചുകൂടെ വലുതാ. കൂടുതൽ പേജുകളുണ്ട്, കൂടുതൽ അധ്യായങ്ങളുണ്ട്. അതുകൊണ്ടാണ് അവരെ വലിയ പ്രവാചകന്മാരെന്ന് പറയുന്നത്. ചെറു പ്രവാചകന്മാരെന്ന് പറയുന്നത് ഹോശേയ മുതൽ മലാഖി വരെയുള്ള പുസ്തകങ്ങൾ. ഇത്രയും കൂടെ ചേരുമ്പോൾ 39 പുസ്തകമാകും. കണക്കൂട്ടി നോക്കിയാൽ 39 പുസ്തകമാകും. ഇനിയും പുതിയ നിയമം. പുതിയ നിയമം ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് സുവിശേഷങ്ങൾ. 4 സുവിശേഷം: ഉൽപ്പത്തി, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. 4 സുവിശേഷങ്ങൾ. അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് ചരിത്ര പുസ്തകം. ഒരു ചരിത്ര പുസ്തകമാണ് പുതിയ നിയമത്തിലുള്ളത്. അതാണ് അപ്പോസ്തല പ്രവൃത്തികൾ. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്ന പൗലോസിന്റെ ലേഖനങ്ങൾ. അത് 13. പിന്നെ എബ്രായ ലേഖനം ആരെന്നുള്ളതിനെ പറ്റി ഡൗട്ടുണ്ട്. എന്നിരുന്നാലും പൗലോസ് ആണെന്ന് വിചാരിച്ചാൽ അതുകൂടെ ചേർത്ത് 14. അപ്പം 4 സുവിശേഷങ്ങൾ, ചരിത്ര പുസ്തകം 1, പൗലോസിന്റെ ലേഖനങ്ങൾ എബ്രായർ ഉൾപ്പെടെ 14. അടുത്തത് പൊതുലേഖനങ്ങൾ. അത് 7. അതൊക്കെയെന്ന് ചോദിച്ചാൽ യാക്കോബ് മുതൽ യൂദ വരെയുള്ള പുസ്തകങ്ങൾ. അത് 7. ഏറ്റവും ഒടുവിലായി പ്രവചനം. അതാണ് വെളിപ്പാട് പുസ്തകം. ഇത്രയും കൂടെ ചേർന്നാൽ എത്ര പുസ്തകമാകും? 27 പുസ്തകങ്ങളാകും. അപ്പം പഴയ നിയമത്തിൽ 39, പുതിയ നിയമത്തിൽ 27. അങ്ങനെ 66 പുസ്തകങ്ങൾ ഉൾപ്പെടുന്ന സത്യവേദ പുസ്തകമാണ് നാം ഫോളോ ചെയ്യുന്നത്. സത്യവേദ പുസ്തകത്തിലൂടെ ദൈവം ഈ ലോകത്തിലേക്ക് വന്ന് മനുഷ്യരാശിയുടെ രക്ഷയ്ക്കായി ഈ ഭൂമിയിൽ അവതരിച്ചു എന്ന് നാം വിശ്വസിക്കുന്നു. അത് നമ്മെ കൂടുതൽ ബലപ്പെടുത്തട്ടെ. എൻ്റെ ഒരു ചിന്തയിൽ നിങ്ങൾ ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് കൺഫ്യൂഷനൊക്കെ ഉണ്ടായി കാണുമെന്ന് എനിക്കറിയാം. തന്നെയുമല്ല, ഇതൊക്കെ പറയുമ്പോൾ അത് എഴുതിയെടുത്തെങ്കിൽ മാത്രമേ ഓർമ്മയിൽ നിൽക്കത്തുള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ വേദപുസ്തക പഠനം എന്ന് പറയുന്നത് മറ്റൊരു ഭാഗം നാം വായിക്കുന്നത് പോലോ ചിന്തിക്കുന്ന പോലോ ധ്യാനിക്കുന്ന പോലോ അല്ല. ഈ തിരുവചനത്തിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ശത്രുവിനെ തോൽപ്പിച്ച ഒരു ദൈവം. ഇപ്പോൾ 1-ാം പുസ്തകത്തിൽ അല്ലെങ്കിൽ ആദി മനുഷ്യരായ ആദമിനെ ഹൗവയെയും പിശാച് അവരുടെ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് പുറത്താക്കി, അല്ലെ പുറത്താക്കുവാൻ പിശാച് പ്രവർത്തിച്ചു, അതിൽ ജയിക്കുകയും ചെയ്തു. അങ്ങനെ പർദീസയുടെ അനുഭവം നഷ്ടപ്പെട്ട ആദ്യ മനുഷ്യർ. ആ നഷ്ടപ്പെടുത്തിയ പിശാചിനെ തകർത്ത ദൈവം. വെളിപ്പാട് പുസ്തകത്തിൽ അതാ കാണുന്നത്, ശത്രുവിന്റെ തലയെ തകർത്ത ദൈവം. അപ്പം തന്റെ തല തകർത്തു എന്നൊക്കെ പഠിക്കുവാൻ നമ്മെ ആരനുവദിക്കത്തില്ല? ശത്രു അനുവദിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഉറക്കം വരികയും അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഇല്ലാതെ വരികയും അല്ലെ പേനായ്ക്ക് മഷിയില്ലാതെ വരികയും ഒക്കെ ചെയ്യും. അതൊക്കെ ഇതിന്റെ കൂട്ടത്തിലുള്ളത്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കി വളരെ പ്രാർത്ഥനയോടെ ഇരുന്നെങ്കിൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ ഗ്രഹിക്കുവാനും അതിന് പ്രകാരം ജീവിക്കുവാനും സാധ്യമാകുകയുള്ളൂ.
ഇതൊരു ആരംഭ ദിവസമാണല്ലോ. നിങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു 50% എങ്കിലും മനസ്സിലായാൽ അത് വളരെ നന്നായി. ഇപ്പം അതിനെയും നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ നിങ്ങളുടെ ലീഡറുമായിട്ട് ഷെയർ ചെയ്യണം. ഷെയർ ചെയ്തിട്ട് നമുക്ക് ഈ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എതിർശക്തി പ്രബലമാണോ ഇല്ലയോ എന്ന് നമുക്ക് വീണ്ടും ഒന്നുകൂടെ ആലോചിക്കാം. ദൈവം തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.